ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിതേ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു, പച്ചക്കറി വാങ്ങാൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പോയി വന്നതാണ്. പിന്നെ അറിയാലോ, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഫുൾ അയയാണെന്ന്. അപ്പോൾ അതേ അകത്ത് തന്നെയാണ് അയയിൽ ഫുൾ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏട്ടൻ എന്താ അപ്പോഴേക്കും വന്നു, എന്തോ പറഞ്ഞിട്ട് വരികയാണ്. ഏട്ടൻ ഒന്നും കൂടെ കടയിൽ പോകാനുണ്ട്, തേങ്ങയും പഞ്ചസാരയൊക്കെ വാങ്ങാൻ മറന്നു. ഞാൻ എപ്പോഴും ലിസ്റ്റ് ഇടാറുണ്ട്, പക്ഷേ ഇന്ന് ലിസ്റ്റ് ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ലിസ്റ്റല്ല, അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ണിൽ കണ്ടതൊക്കെ എടുത്തിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇന്നത് വേണം എന്നുള്ളതില്ല. അപ്പോൾ കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ മറന്നു. അപ്പോൾ ഒന്നും കൂടെ ലിസ്റ്റ് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ അവിടെ പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഏട്ടൻ കടയിൽ പോകാനാണ്, ഒന്നും കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ ഓഫ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ വീഡിയോ നോക്കിയിട്ട് പിന്നെ ഏട്ടൻ അങ്ങനെ അപ്പം തന്നെ പോയതാണ്. ലിസ്റ്റ് ഇട്ടില്ല. ഞാൻ എൻ്റെ കുഞ്ഞ് ട്രൈപോഡ് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ താഴെ ഇരുന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ അതും എടുത്തിട്ട് വന്നതാണേ. അപ്പോൾ അതെ, പച്ചക്കറി കവർ പൊട്ടിക്കണം, അത് വലിയൊരു ടാസ്ക്കാണല്ലോ. നമുക്ക് നമ്മുടെ സ്വഭാവം കാണിക്കണമല്ലോ. കടിച്ച് തന്നെയാണ് തുറന്നത്. അപ്പോൾ അതേ ആദ്യം ഫ്രണ്ടിൽ തന്നെ അവർ കറിവേപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോഴേക്കും അവർ എടുത്ത് വെച്ചിരിക്കണം, എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ചെറിയുള്ളിയൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കവർ മൊത്തത്തിൽ അങ്ങോട്ട് കൊട്ടിയിട്ട് പിന്നെ സമാധാനത്തിൽ നമുക്കിങ്ങനെ ഓരോന്നോരോന്നാക്കി വെക്കാമല്ലോ. ഞാനെല്ലാം ഒരു കവറിലാണ് പാക്ക് ചെയ്ത് വെച്ചത്. നമുക്കല്ലാതെ ബോക്സ് ആയിട്ടൊന്നും ആക്കാൻ പറ്റില്ല. എപ്പോഴും എടുക്കും, പെട്ടെന്ന് കഴിയുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കവറിലാക്കി ഓരോ ഐറ്റംസ് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡ്രോ ഇല്ലേ അതിലാക്കി വെക്കാറാണ്. അപ്പോൾ അതെ എല്ലാം നിലത്തന്നെ കൊട്ടി വെച്ചിട്ട് എന്നിട്ട് ഇനി സമാധാനത്തിൽ ഓരോന്നോരോന്നായിട്ട് സെക്ഷനായി നമുക്ക് മാറ്റിയെടുക്കാം. സൂപ്പർ മാർക്കറ്റിലെ ഐറ്റംസ് അവിടെ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അതെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തു. അപ്പോഴേക്കും എന്താ നല്ല മഴക്കാറ് വരുന്നുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട് തോന്നുന്നു. ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് തുറന്നിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ആദ്യം വാഴയ്ക്ക, കേട് വരാത്തത് ആദ്യം വെക്കണമല്ലോ. പിന്നെ കയ്പ്പയ്ക്ക, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക കുറച്ച് അധികം വെച്ചിരിക്കണം. ഞാൻ എത്രയെന്നൊന്നും പറഞ്ഞില്ല. ഏട്ടൻ എപ്പോഴും വിളിച്ച് പറയും പോലെ വിളിച്ച് പറഞ്ഞു കുറച്ച് പച്ചക്കറി എടുത്ത് വെക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കിട്ടിയത് എന്തൊക്കെയോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടും ഉപ്പേരിക്കുള്ള ഐറ്റംസൊക്കെ തന്നെ. പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു, ഇഞ്ചി അങ്ങനെ വെച്ചില്ല. പിന്നെ അതിനൊരു കവറിലാക്കിയിട്ടാണ് വെച്ചത്. കവർ കാണാനില്ല. പിന്നെ ഞാൻ എണീറ്റ് പോയി കവർ എടുത്തിട്ട് വന്ന് പിന്നെ താഴെ ഇരുന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സൗകര്യം. അപ്പോൾ ഇഞ്ചിയൊക്കെ കവറിലാക്കി അതിങ്ങനെ കെട്ടി അധികം വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ. വെള്ളം ഇല്ല അങ്ങനെയല്ല, എന്നാലും ഞാനിങ്ങനെ കവറിലാക്കി കെട്ടിയിട്ടാണ് വെക്കാറ്. അപ്പോൾ അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ബീൻസ് ഉണ്ട്. ബീൻസും ഇങ്ങനെ എല്ലാം പെറുക്കി കവറിലാക്കി. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീൻസ്, ബീട്രൂട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉപ്പേരിക്കുള്ളത് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ ഉപ്പേരിക്കുള്ള ഐറ്റംസ് വേണമല്ലോ. അപ്പോൾ ബീൻസ് ആക്കി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ സവോള ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, പുറത്തൊരു ഇങ്ങനെ ഒരു കുഞ്ഞു സ്റ്റാൻഡുണ്ട്. ഉരുളക്കിഴങ്ങും സവോളയൊക്കെ വെക്കുന്നത് സ്റ്റാൻഡാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്, സവോളയും ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ ചോട്ട് അവിടെ നിന്ന് നോക്കുകയാണ്. പിന്നെ ക്യാരറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ഒരു കവറിലാക്കി ഞാനിങ്ങനെ നല്ലോണം മടക്കി ചുരുട്ടിയൊക്കെയാണ് വെക്കണത്. എല്ലാം ആ ബോക്സിൽ തന്നെയാണ് വെക്കുന്നത്. വലിയ സ്ഥലമുണ്ടല്ലോ. പിന്നെ ഒരു ബീട്രൂട്ടേ ഉള്ളൂ, ഒരു ബീട്രൂട്ടോടെ വെച്ചു. പിന്നെന്താ പിന്നെ ചെറിയുള്ളിയും ആ കവറോടെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. പിന്നെന്താ വഴുതിരിങ്ങ, എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ തക്കാളി അറിയാലോ. തക്കാളി എൻ്റെ കയ്യിൽ പഴയത് കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് പിന്നെ പുതിയത് ഇപ്പുറത്ത് വെച്ചു. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ ഉള്ള സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് തിരികെ വെച്ചു. പിന്നെന്താ കോവയ്ക്ക ഇവിടെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണേ. കോവയ്ക്ക ഉപ്പേരി, കോവയ്ക്ക മെഴുക്ക് വരട്ടി എല്ലാം. അപ്പോൾ കോവയ്ക്കും ഒരു കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ എപ്പോഴും ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ്. അത് ഞാൻ ഞെട്ട് കളഞ്ഞിട്ടാണ് എപ്പോഴും എടുത്ത് വയ്ക്കാറ്. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഐസ്ക്രീമിൻ്റെ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റൊക്കെ പിള്ളേർ വന്ന് തപ്പുമായിരുന്നു, അയ്യോ ഐസ്ക്രീം. ഇപ്പോൾ അവന്മാർക്ക് മനസ്സിലായി ഞാനിതിലിങ്ങനെ പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്ത് വയ്ക്കാറെന്ന്.
പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ അങ്ങനെ തന്നെയാണ്, വേറൊരു ഐസ്ക്രീമിൻ്റെ ബോക്സിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പില ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട്, സാധാരണ ഞാനിങ്ങനെ ഊരി വെക്കാറുണ്ട്, ഇത് ഞാൻ ഊരിയില്ല, ഞെട്ട് കളഞ്ഞിട്ട് അങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചു. ഐസ്ക്രീമിൻ്റെ ബോക്സ് ആണല്ലോ, അതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്തേ കടയിൽ പോയ ആൾ വന്നു. എൻ്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഏട്ടനിതാ കടയിൽ പോയി വന്നിട്ടുണ്ട്. ആശ നോക്കുകയാണ് എന്താ ചെയ്യണത് എന്ന്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഞാൻ പറഞ്ഞിട്ട് തന്നതാണ്, അതാണ് ലാസ്റ്റിൽ പെട്ടത്. പിന്നെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ അതും ഞാനിങ്ങനെ കുറച്ച് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ കൊട്ടിയിട്ടുണ്ട്. സോപ്പും പിന്നെ പാത്രം കഴുകുന്നതും, പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നൂഡിൽസും പാസ്തയും കടലമാവും അങ്ങനെ കുറച്ച് ഐറ്റംസ്, അവന്മാർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ പാകത്തിനുള്ളതേ. അപ്പം അതും എനിക്ക് പുറത്ത് വെച്ച ഉറുമ്പ് വരും, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ എല്ലതും പെരിഞ്ജീരകം, ജീരകം എൻ്റെ കുപ്പിയിൽ നിറച്ച് വയ്ക്കാറുണ്ട്. അതിൻ്റെ ബാലൻസ് മുഴുവൻ ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുക. അതായത് പാസ്ത, നൂഡിൽസ് എല്ലാം വെക്കുന്നുണ്ട്. പിന്നെന്താണ് സോയ, പിന്നെ ഉണക്കത്തവര കുറച്ച് കഴിച്ചിട്ട് കുറേ കാലങ്ങളായി. പണ്ട് അച്ഛനും അമ്മയും പാടത്തൊക്കെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന തുവരയൊക്കെ അമ്മ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുള്ളൊരു ഓർമ്മയാണ്. കുറേ കാലങ്ങളായി അങ്ങനെ ഉണക്കത്തവര കറി വെച്ച് കഴിച്ചിട്ട്. ഈ വെള്ളപ്പയർ പുളി വയ്ക്കും പോലെ തന്നെയാണ് ഉണക്കത്തവര പുളി വയ്ക്കുന്നത്. അപ്പോൾ ഞാനിതാ അതെല്ലാം കടലമാവും പുട്ടുപൊടിയും എല്ലാം പാക്ക് ചെയ്തു. പിന്നെ കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അങ്ങനെ കുറച്ച് സോസും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ചിക്കനൊക്കെ വെക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴുണ്ടാ അതാ നല്ല മഴ. അപ്പം നമുക്ക് മഴയൊന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പാലക്കാട് കുറച്ചായി ഇടയ്ക്കിടയ്ക്ക് മഴ, പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു, നല്ല ഇടിപൊട്ടലും മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു, കാറ്റും. അപ്പം ഞാൻ അതൊന്ന് പോയി കുറച്ച് നേരം കണ്ട് പുറത്ത് നിന്നിട്ട് വന്നു. എന്നിട്ടും കുറച്ച് പണികൾ തീർന്നിട്ടില്ല. ഇതെല്ലാം ഈ വാങ്ങിയിട്ട് വരുന്നത് മാത്രമല്ല, ഇതൊക്കെ ഒതുക്കി വെക്കുന്നത് വലിയ പണിയാണല്ലോ. പിന്നെ അതെല്ലാം എടുത്ത് വെച്ച് ഒതുക്കി വെച്ചിട്ട് നല്ല മഴ, എൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. മഴ വന്ന പിന്നെ ചെടിയും റോസാപ്പൂവൊക്കെ കുറച്ച് പൂക്കാൻ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെയും പോയി. നമ്മുടെ അടുക്കളയിലെ പണി നമുക്ക് കഴിയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് തലേന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചത് മെൽറ്റാവാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചതാണ്. പിന്നെ അതെടുത്തിട്ട് കറി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വേറൊന്നും വേണ്ടല്ലോ, ഉച്ചയ്ക്ക് വേഗം കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിനും ഡിന്നറിനുള്ള ചിക്കൻ കറിയായി. അപ്പോൾ അതിതാ പെട്ടെന്ന് സിമ്പിളായിട്ട് ചിക്കൻ കറിയും റെഡിയാക്കി. ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച്. സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ കറി ആവണേ ഉള്ളൂ, തളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ ഞാനുമായിട്ടെണ്ണം കഴിക്കാൻ പോയിരുന്നു. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ചോറും ചിക്കൻ കറിയും. പിന്നെ എനിക്ക് കൂടുതലായിട്ടും ഇതിലെ കരളാണ് ഇഷ്ടം. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ കിട്ടിയ കരലെല്ലാം എനിക്ക് പെരുക്കി തരും. ഈ കരലും അത് നല്ല ടേസ്റ്റാണ്. എനിക്ക് പിന്നെ ചിക്കൻ്റെ പീസൊന്നും വേണമെന്നില്ല. അപ്പോൾ ചൂട് ചോറ് ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാനുമായിട്ടൊന്ന് കഴിക്കണം. അയ്യോ നല്ല ചുടുവായ പുള്ളി, അണ്ണാകുവരെ പുള്ളി എന്ന് പറയില്ലേ, അതുപോലെ വായ പുള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.